ശശി തരൂരിലേക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശശി തരൂർ നിരന്തര വാർത്ത, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളല്ല, എല്ലായ്പ്പോഴും എല്ലാ ആഴ്ചയിലും ശശി തരൂരിൻ്റേതായിട്ട് എന്തെങ്കിലും വിവാദം ഉണ്ടാകാറുണ്ട്. ഇത്തവണ HRDS ഇന്ത്യ എന്നൊരു സന്നദ്ധ സംഘടന ശശി തരൂരിന് ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു. ആ അവാർഡ് ശശി തരൂരിന് മാത്രമല്ല 5 പേർക്കാണ്. സവർക്കറിൻ്റെ പേരിലുള്ള അവാർഡാണ് എന്നാണ് അതിൻ്റെ പ്രത്യേകത. ആ അവാർഡ് ദാന ചടങ്ങ് ഇന്ന് ഡൽഹിയിലാണ് നടക്കുന്നത്. ഈ ശശി തരൂരിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഈ അവാർഡ് അവർ പ്രഖ്യാപിക്കുന്നത്. അവർ സന്നദ്ധ സംഘടന പറയുന്നത് ശശി തരൂർ ഈ വിവരം അറിയിച്ചപ്പോഴത്തേക്ക് അവാർഡ് സ്വീകരിക്കാം, അതിൽ അദ്ദേഹം സന്തോഷം അറിയിച്ചു എന്നൊക്കെയാണ്. എന്നാൽ ഇതിൽ ഭയങ്കര വിവാദമായതിനെ തുടർന്ന് ഇപ്പോൾ തരൂർ ഇതിനെ തള്ളിപ്പറയുകയുണ്ടായി. തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിലും അദ്ദേഹം സവർക്കറിൻ്റെ പേരിലുള്ള അവാർഡിനെയോ സവർക്കറിനെ അല്ല തള്ളിപ്പറയുന്നത്, തന്നെ മുൻകൂട്ടി അറിയിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ താൻ അങ്ങോട്ട് അവാർഡിനെ സമീപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, തന്നെ എങ്ങനെയാണ് ഇതിന് പരിഗണിച്ചതെന്ന് അറിയില്ല, അത്തരം കാര്യങ്ങളൊന്നും ഇവർ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്നാണ് തരൂർ പറയുന്ന. ഒരു വശത്ത് കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് നിരന്തരം സംഘപരിവാറിനെ പുകഴ്ത്തുന്ന, മോദിയെ പുകഴ്ത്തുന്ന തരൂരിനെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ സവർക്കറിൻ്റെ പേരിലുള്ള അവാർഡിന് പരിഗണിക്കപ്പെടുന്ന തരൂർ നമ്മുടെ മുന്നിൽ മറ്റൊരു ചോദ്യമാണ്. അതിലേക്കാണ് ജിംസ്, തരൂരിൻ്റെ ആ മറുപടി വായിച്ചിരുന്നു കാണുമല്ലോ, ഫേസ്ബുക്കിലും ബാക്കി സോഷ്യൽ മീഡിയകളിലും എഴുതിയിരുന്നു. അതിലൊരിടത്ത് പോലും സവർക്കറോ അല്ലെ സവർക്കർ പിൻപറ്റിയിരുന്ന രാഷ്ട്രീയമോ അതിനെക്കുറിച്ചൊന്നും പറയാതെ എന്നെ ഇത് മുമ്പേ അറിയിച്ചിരുന്ന ഒരു വ്യവസ്ഥാപിതമായ രീതിയിലായിരുന്നു ഞാൻ വന്ന് ഏറ്റുവാങ്ങിയനെ എന്ന രീതിയിലല്ലേ ആ മറുപടി. അദ്ദേഹം പറയുന്ന ആരാണ് അവാർഡ് പ്രഖ്യാപിച്ചതെന്ന് അറിയില്ല, സംഘടന ഏതാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവാർഡിൽ നിന്ന് വരുന്നത്. അതിൻ്റെ വിശദീകരണം ഞാൻ വായിച്ചിരുന്നു, ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ ഉണ്ട്. ആരാണ് അവാർഡ് കൊടുക്കുന്നത് വെച്ചാൽ HRDS എന്നാണ് അവരുടെ പേര്, അതൊരു NGO ആണ്. അത് HRDS നിരവധി വാർത്തകളിൽ വന്നിട്ടുള്ളൊരു സ്ഥാപനമാണ്, ഒരു NGO ആണ്. അട്ടപ്പാടി കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതികളിൽ അഴിമതി ഉണ്ടെന്നുള്ള ആക്ഷേപത്തെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ആളാണ്. ബിജു കൃഷ്ണൻ എന്നോ മറ്റാണ് അതിൻ്റെ അയാളുടെ ഹെഡ് ചെയ്യുന്ന ആളുടെ പേര്. അയാൾ മലയാളിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വപ്ന സുരേഷ് കുറച്ച് നാൾ ജോലി ചെയ്തൊരു സ്ഥാപനം കൂടിയാണത്, HRDS. അതായത് അവർ ആ കേസും കൂട്ടുമായിട്ടുള്ള സമയത്ത് അവർ ആദ്യമായി ജോലിക്ക് കയറുന്ന അവിടെയാണ്. പിന്നെ അത് RSS ബാക്കപ്പ് ഉള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അവർ സവർക്കറുടെ പേരിൽ അവാർഡ് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു അവാർഡ് ശശി തരൂരിനോട് പറയാതെ അവർക്ക് പ്രഖ്യാപിക്കാൻ മാത്രം ഒരു കടലാസ് സംഘടനയല്ല അവർ. അത് കടലാസ് സംഘടനകൾ പലർക്കും അവാർഡ് പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പള്ളുരുത്തി സ്കൂളിൽ ആ പ്രശ്നം ഉണ്ടാക്കിയ പ്രിൻസിപ്പാളിന് ഏതൊരു റോട്ടറി ക്ലബ്ബ് അവാർഡ് പ്രഖ്യാപിച്ചതുകൊണ്ട് നമ്മളൊരു പോസ്റ്റർ അടിക്കാണ്ടിരുന്നത്. ആക്ച്വലി അതൊരു കടലാസ് അവാർഡ് പ്രഖ്യാപനമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. HRDS ഒരു കടലാസ് സംഘടനയല്ല. അവർ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അട്ടപ്പാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവർക്ക് വ്യക്തമായ ഓഫീസുണ്ട്, ലെറ്റർ ഹെഡ് ഉണ്ട്, അതിന് ഭാരവാഹികളുണ്ട്, RSSൻ്റെ ബാക്കപ്പും ഉണ്ട്. അപ്പോൾ ഒരു കടലാസ് സംഘടന ഒരു അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തരൂർ നിരസിച്ചതായിട്ട് നമുക്കത് തോന്നുന്നില്ല. ഈ HRDSകാർ പറഞ്ഞതാണ്, തരൂരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു, അതേ അവാർഡ് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് ഒരിക്കലും വിവാദം ഉണ്ടായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൽ നിന്ന് വലിയ തോതിലുള്ള ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ടായി. അതാണ് അദ്ദേഹം അത് തള്ളാൻ കാരണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. അതാണ് ഒരു കോമൺ സെൻസ്. പക്ഷേ അദ്ദേഹം ആ വിശദീകരണ കുറിപ്പിൽ ഒരിക്കലും സവർക്കറുടെ പേരിലുള്ളൊരു അവാർഡ് എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം ഒരു വരി എഴുതി വെച്ചിട്ടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മേരാ നാം സവർക്കർ നഹി ഗാന്ധി ഹേ, രാഹുൽ ഗാന്ധി ഹേ എന്ന് പ്രസംഗിക്കുന്ന പാർട്ടിയുടെ നേതാവുള്ളൊരു പാർട്ടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സവർക്കറുടെ പേരിലൊരു അവാർഡ് എനിക്ക് വേണ്ട, ഇനിയിപ്പോൾ അത് ആര് തന്നാലും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയാനുള്ളൊരു ആർജവം, പ്രത്യയശാസ്ത്ര ആർജവം അദ്ദേഹത്തിന് വേണമല്ലോ. ആ ആർജവം അദ്ദേഹം കാണിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. അത് നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതാണ്. അദ്ദേഹം ഒരു എക്സിറ്റ് പ്ലാനിലാണ്. എക്സിറ്റ് പ്ലാനിൽ സവർക്കർ അവാർഡ് സ്വീകരിക്കാനുള്ള സമയം അദ്ദേഹത്തിന് ആയിട്ടില്ല എന്നേ ഉള്ളൂ. ടൈം മാറിപ്പോയി എന്ന് മാത്രമേ അതിൽ അർത്ഥമാക്കേണ്ടതുള്ളൂ. അതിന് കാരണം കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഭരണഘടനയിലെ സോഷ്യലിസവും സെക്യുലറിസവും എടുത്തു മാറ്റണമെന്നുള്ള ദത്താത്രേയ സഭാലയുടെ ഒരു വിവാദം വരുന്നു. അതിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, RSSനെതിരെ. അപ്പോൾ ഈ RSSനെതിരെയുള്ള പ്രതിപക്ഷ ബഹളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഹമ്മദാബാദിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ തരൂരെത്തി. അപ്പോൾ തരൂർ ആ പരിപാടി പങ്കെടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഇതേക്കുറിച്ച്, സാധാരണ ഈ വാർത്താ ഏജൻസികൾ സ്ഥിരം പണിയാണല്ലോ മൈക്ക് വയ്ക്കുക, ബൈറ്റ് എടുക്കാൻ, തരൂരിനോട് ചോദിച്ചു. തരൂർ പറഞ്ഞ മറുപടി വളരെ വിചിത്രമായിരുന്നു. ഒരുപക്ഷെ വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകം എഴുതിയ ശശി തരൂരിൽ നിന്ന് വ്യത്യസ്തമായൊരു, കാരണം വൈ ഐ എം എ ഹിന്ദുവിൽ എന്താണ് ഹിന്ദുത്വയും ഹിന്ദുയിസം തമ്മിലുള്ള വ്യത്യാസം, RSS എന്താണ് ഹിന്ദു മതത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു റൈറ്റപ്പാണ് വൈ ഐ എം എ ഹിന്ദുവിലുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രസംഗിച്ചത്, അതായത് ഹൊസബാലയുടെ പരാമർശത്തിന് രാഹുൽ ഗാന്ധി പറഞ്ഞത് RSS ചരിത്രത്തിൽ ഒരിക്കലും ഭരണഘടന അംഗീകരിച്ചിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് തരൂരിനോട് അഭിപ്രായം ചോദിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലാതെ ഹൊസബാലയെക്കുറിച്ചല്ല ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെക്കുറിച്ചാണ് തരൂരിനോട് അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോൾ തരൂർ പറയുകയാണ് RSS ഹാവ് മൂവ് ഓൺ, അതായത് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പഴയ നിലപാടിൽ നിന്ന് RSS മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് തരൂർ പറഞ്ഞത്. ഒരു കോൺഗ്രസ്സുകാരിൽ നിന്ന് അത് പ്രതീക്ഷിക്കാമോ?
ഇല്ല. അതായത് അത് കോൺഗ്രസിൻ്റെ നിലപാടല്ല. RSS അവരുടെ പഴയ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോയിരിക്കുന്നു എന്നൊരു കോൺഗ്രസ്സുകാരൻ പറയില്ല. എന്ന് മാത്രമല്ല, രാജ്യത്ത് പത്രം വായിക്കുന്ന TV ആണ് ഒരാൾക്കും RSS ഭരണഘടനയെക്കുറിച്ചുള്ള അവരുടെ മുൻ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോയി എന്ന് പറയാൻ കഴിയില്ല. എങ്ങനെ പറയാൻ കഴിയുക? അങ്ങനെ പറയുകയാണെങ്കിൽ സോഷ്യലിസവും സെക്യുലറിസവും എടുത്ത് മാറ്റുമെന്ന് പറയുമായിരുന്നു. സോഷ്യലിസവും സെക്യുലറിസവും, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. സോഷ്യലിസം ഇക്വാലിറ്റിയെക്കുറിച്ച് വേറെ തന്നെ ഭരണഘടന പറയുന്നുണ്ട്. സാമ്പത്തികമായ ഇക്വാലിറ്റിയെക്കുറിച്ചാണ് സോഷ്യലിസം പറയുന്നത്. സോഷ്യലിസം എന്ന വാക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള കാരണം അതാണ്. രാജ്യത്ത് സാമ്പത്തികമായ സമത്വം വേണം എന്ന് കുറേ കൂടി വ്യക്തതയോടെ അതിൻ്റെ പ്രിയാമ്പിളിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. സെക്യുലറിസം എന്ന് ഇൻസേർട്ട് ചെയ്യാൻ കാരണം എന്താണ്? സെക്യുലറിസം എന്ന ആശയത്തിന് വലിയ തോതിലുള്ള ഭീഷണി നേരിടുന്നു എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ അത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറ്റണമെന്ന് RSS പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ സെക്യുലറിസത്തിനെതിരാണ്, അവർ ഇക്വാലിറ്റിക്ക് എതിരാണ്, എല്ലാ തരത്തിലുള്ള ഇക്വാലിറ്റിക്ക് എതിരാണ്. എന്ന് മാത്രമല്ല, ഈ ഭരണഘടനയെക്കുറിച്ച് MS ഗോൾവാർക്കർ എന്താ പറഞ്ഞത്? ഈ ഭരണഘടനയിൽ ഭാരതീയമായ ഒന്നുമില്ല, മനുസ്മൃതിയെക്കുറിച്ചുള്ളൊരു പരാമർശവുമില്ല. അതിനർത്ഥം എന്താണ്? മനുസ്മൃതി എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സമൂഹത്തിലെ ജാതീയമായ വേർതിരിവുകളെക്കുറിച്ചും ഓരോ ജാതി വിഭാഗങ്ങളും ചെയ്യേണ്ട ജോലികൾ എന്താണെന്നതിനെക്കുറിച്ചും ജാതീയ വിഭാഗങ്ങൾ പരസ്പരം പാലിക്കേണ്ട ആചാരമര്യാദകൾ, പാലിക്കേണ്ട അകലങ്ങളെക്കുറിച്ചുമാണ് മനുസ്മൃതി പറയുന്നത്. അതേക്കുറിച്ചൊന്നും ഭരണഘടനയില്ലാത്രേ എന്ന് പറഞ്ഞ RSS ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് മൂവ് ഓൺ ചെയ്തു എന്ന് ശശി തരൂർ പറയണമെങ്കിൽ തരൂരിന് കാര്യമായ ഗ്രഹണം ബാധിച്ചിട്ടുണ്ട്. ആ ഗ്രഹണം നമ്മളിപ്പോൾ കാണുന്ന ഒരു ഭാഗിക ഗ്രഹണമാണ്. ആ ഭാഗിക ഗ്രഹണത്തിൻ്റെ ഒരു ടൈം ലാപ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ അത് കുറേ കൂടി വ്യക്തമായൊരു ഗ്രഹണമായി മാറും. ആ ഗ്രഹണം എപ്പോൾ നടക്കുമെന്ന് തരൂരാണ് തീരുമാനിക്കുക. കോൺഗ്രസ് അത് തീരുമാനിച്ചിട്ടില്ല. ആ ഗ്രഹണം എപ്പോഴെങ്കിലും നടന്നോട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളായിട്ട് ആ ഗ്രഹണം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അത്രേ ഉള്ളൂ. നിഷാദ്, നമുക്കറിയാം തരൂരിന് അറിയാത്ത ആളൊന്നുമല്ല സവർക്കർ എന്നുള്ളത്. ഈ കോൺഗ്രസ് അതിൻ്റെ ഒരു വിശാല ജനാധിപത്യ ബോധം പറഞ്ഞിട്ട് എത്ര നാൾ ഇതണക്ക് തരൂരിനെ പുറത്താകാതെ നിർത്തും? അത് ഓരോ ദിവസം ചെല്ലും തോറും തരൂരിന് കൂടുതൽ അനുകൂലമായിക്കൊണ്ടിരിക്കുകയല്ലേ? ഒന്നാമത് ഈ പ്രത്യയശാസ്ത്ര വ്യതിചലനം എന്നൊക്കെ പറഞ്ഞ ആളുകളെ പുറത്താക്കാൻ കഴിയും വിധം ദൃഢമായിട്ടുള്ള ഒരു സംഘടനാ സെറ്റപ്പൊന്നും കോൺഗ്രസിന് ഇല്ല എന്നത് കാണേണ്ട കാര്യമാണ്. രണ്ടാമത് ഈ തരൂരിന് ഇന്ത്യൻ ഹിന്ദുത്വയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഇരപരിവേഷം ഉണ്ടാക്കി കൊടുക്കേണ്ട എന്നുള്ളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും അവർ ഈ ഘട്ടത്തിൽ എടുക്കുന്നുണ്ടാവും. കാരണം ഹിന്ദു മതത്തിന് വേണ്ടി സംസാരിച്ചു, വൈ ഐ എം എ ഹിന്ദു എന്നുള്ള പ്രൗഡ് പുസ്തകം എഴുതിയ ഒരാളെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ വലിയ ക്യാമ്പയിൻ നടത്താൻ പറ്റുമല്ലോ. എന്ന് മാത്രമല്ല, തരൂരിന് അപ്പുറത്ത് പോയി പെട്ടെന്ന് വലിയ പദവികൾ മേടിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പുറത്താക്കിയിട്ട് വേഗം പോയി പദവികൾ മേടിക്കേണ്ടെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ തരൂരിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ആളുകൾക്ക് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടിക്കഴിഞ്ഞു. തരൂർ കോൺഗ്രസ്സിലാണെന്ന് തരൂർ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ആരെങ്കിലും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ സിഗേഷ് ഞാൻ പറയും, സിഗേഷിന് 10-40 വയസ്സ് എടുക്കുന്നുണ്ടല്ലോ. സിഗേഷ് ഇത്രയും കാലം ഒരു സെക്യുലർ പൊസിഷനിൽ ജീവിച്ചു. സിഗേഷിന് സവർക്കർ അവാർഡ് കൊടുത്തേക്കാമെന്ന് ഏതെങ്കിലും ഒരു സവർക്കറിനെ കക്ഷി തീരുമാനിക്കുമോ? നിങ്ങൾ വാങ്ങിക്കുമെന്ന് അവർ വിചാരിക്കുമോ? ഇല്ല. കാരണം നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് ഒരു സെക്യുലർ ലൈനിൽ ജീവിച്ച ആളാണ്. സിഗേഷിന് ഒരു അവാർഡ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ അജിംസ് ഒരെണ്ണം കൊടുത്തേക്കാം എന്ന് തീരുമാനിക്കുമോ? നിരന്തരമായി അജിംസ് എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണെന്ന് എല്ലാവർക്കും ഈ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഈ ഷോ കാണുന്നവർക്കറിയാം. ഈ ഷോ കാണുന്ന ഏതെങ്കിലും ആൾ തീരുമാനിക്കുകയാണ് സവർക്കർ അവാർഡിന് പറ്റിയ ഒരാളാണ് ഇദ്ദേഹം. ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് തരൂർ തിരഞ്ഞെടുക്കപ്പെടുന്നത്? തരൂർ തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ ഏക റീസൺ എന്ന് പറയുന്നത് തരൂർ ഇത് കൊടുത്താൽ വാങ്ങിക്കും, തരൂർ നമ്മുടെ ആളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സവർക്കർ അവാർഡ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ RSSൻ്റെ സ്ഥാപക നേതാവിൻ്റെ പേരിലുള്ള അവാർഡ്, പിന്നെ ഗോൾവർക്കർ അവാർഡ്, പിന്നെ ഹെഡ്ഗേവാർ അവാർഡ്, ഇങ്ങനെ പലതും കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് അവർ കാണുന്നു. അത് അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. സവർക്കറിനോട് അദ്ദേഹത്തിന് രാഷ്ട്രീയ വിരോധമൊന്നുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും വാങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധത അറിയിച്ചു. എന്തോ ഒരു ചെറിയ ക്ലാരിറ്റി ആൻഡ് ക്ലറിക്കൽ ഇഷ്യൂ മാത്രമേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തം, മലയാളി തരൂരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു വിഷയമുണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒരു മർമ്മപ്രധാനമായ സംഗതി വരുമ്പോൾ, ഇന്ത്യയുടെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട ഒരു സീരിയസ് ഡിസ്കഷൻ വരുമ്പോൾ, അതൊരു സിനാരിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ തരൂർ എവിടെയായിരിക്കും എന്ന കാര്യത്തിൽ മലയാളി പൊതുബോധത്തിന് ഒരു കൃത്യത കിട്ടി. തരൂർ നമ്മുടെ കൂടെ ആയിരിക്കില്ല. നമ്മളിതിനെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ആക്കാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള രാഹുൽ ഗാന്ധി നിരന്തരം ഭരണഘടന ഉയർത്തിക്കൊണ്ട് RSS ആണ് ഈ രാജ്യത്തെ ബാധിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റിൽ തരൂരില്ല. അത് ക്ലാരിറ്റി വന്ന കാര്യമാണ്. തരൂർ ഇപ്പോൾ ടെക്നിക്കലി അദ്ദേഹം ഇവിടെ ഈ ബോഗിയിൽ നിൽക്കുന്നു എന്നൊക്കെ വെറുതെ കാണാമെന്ന് ഒഴിച്ചു നിർത്തിയാൽ തരൂർ പോയി കഴിഞ്ഞു. ഒരു മനുഷ്യൻ ആശയപരമായി പോയി കഴിഞ്ഞാൽ പോയില്ല. നമ്മളിപ്പോൾ തൃശ്ശൂർ മേയറുടെ കാര്യം പറയാം, MK വർഗീസ്. അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ LDFൻ്റെ മേയറാണ്. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന എവിടെയാണ്? അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തുള്ള ആളാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള വർത്താനാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒന്നും കൺട്രോളല്ല. ഇടയ്ക്ക് CPI കിടന്ന് പറയും അദ്ദേഹത്തെ പുറത്താക്കണമെന്ന്. ഇപ്പോൾ തരൂരിനെ പുറത്താക്കണമെന്ന് വേറെ ആൾക്കാർ ആവശ്യപ്പെടുന്ന പോലെ. MK വർഗീസിനെ പുറത്താക്കാൻ പറ്റാത്ത CPM ആണ് തരൂരിനെ കോൺഗ്രസ് പുറത്താക്കുന്നില്ല എന്നൊരു ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു കോമഡി ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിലയ്ക്കുള്ള ഒരു മനുഷ്യനായിട്ട് ഇദ്ദേഹം നിൽക്കുന്നു. പിന്നെ സ്ട്രാറ്റജിയാണ്. KV തോമസിൻ്റെ കാര്യത്തിലും കോൺഗ്രസ് സ്വീകരിച്ചതാണ്. KV തോമസ് പല നമ്പർ ഇറക്കി നോക്കി അവസാനം അദ്ദേഹം ഇറങ്ങിപ്പോവാണ് ചെയ്തത്.
അദ്ദേഹം പരിധി വിട്ടപ്പോഴാണ് ഇവർ പുറത്താക്കാൻ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ പുറത്താവാൻ ശ്രമിക്കുന്ന ആൾക്കാർ അവരുടെ തരൂരിന് അത്രയൊക്കെ അന്തസ്സ് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വെറുതെ ഇറങ്ങിപ്പോയിട്ട് ഈ അനിൽ ആൻ്റണിയൊക്കെ പോലെ എന്തെങ്കിലും ഒരു 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 ടോം വടക്കനെ പോലെ ഒരു സബ്സ്റ്റാൻഡേർഡ് കാരണം പറഞ്ഞ് പോകാൻ അദ്ദേഹമില്ല. അദ്ദേഹത്തിന് ഒരു പ്ലോട്ട് അദ്ദേഹം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ കാരണം വലുതാക്കി അതിൻ്റെ പേരിലുള്ള രക്തസാക്ഷി പരിവേഷം അതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് അദ്ദേഹം ഈ UN-ലൊക്കെ ഇരുന്നതിൻ്റെ ഇതായിരിക്കും. ചുമ്മാ ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ഒരു അന്തസ്സ് പോലെ പ്രശ്നം ഉണ്ടാവും. ഇനി അദ്ദേഹം പോയി. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കോൺഗ്രസ്സുകാർ ഇപ്പോൾ പരിധി വിട്ട് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു. ഞങ്ങളുടെ തരൂരിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കാം, അദ്ദേഹം ഒരു അന്താരാഷ്ട്ര നേതാവാണല്ലോ എന്നൊന്നും കോൺഗ്രസ്സുകാർ പോലും കാണുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ യുവ നേതാക്കളും യുവ പ്രവർത്തകരും സിമ്പതൈസൊന്നും അദ്ദേഹത്തെ വാല്യൂ ചെയ്യുന്നില്ല. അതിൽ കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന വേറെ നേതാക്കൾ, അതിൽ കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്ന അബിൻ വർക്കിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ അത്രയൊന്നും വാല്യൂ ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസ്സുകാരുടെ സമീപനത്തിലും നാട്ടുകാരുടെ സമീപനത്തിലും മാറ്റം വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ പോയി ഒഫീഷ്യലി ചേരുകയാണെങ്കിൽ ചേർന്നോ ശരി എന്നേ മലയാളി വിചാരിക്കുന്നതാണ് ഞാൻ കാണുന്നത്.